So let's find out the shape factor for a triangular section. Derive the shape factor for a triangular section. So this is our triangular section with the dimensions as shown in the figure. So we need to find out the yield moment and the plastic moment, and then shape factor S is equal to plastic moment divided by yield moment. So first of all we have to find out the yield moment. For that we know that My or yield moment is equal to Fy into Z. Yield stress into Z or the section modulus, which is I by Y max. നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ പഠിക്കുന്നതാണ് My is equal to Fy into Z. അതിൽ Z എന്ന് പറയുന്ന സെക്ഷൻ മോഡുലസ് അത് I by Y max ആണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. Y max എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഏറ്റവും ദൂരത്തിലുള്ള ഫൈബറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് Y max എന്ന് പറയുന്നത്. So in the case of a triangular section, we know that I is equal to BH cube by 36. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് or നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. So I is equal to BH cube by 36. You can see the elastic neutral axis here. Elastic neutral axis പാസ് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെയാണ് or സെൻട്രോയിഡിൽ കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 2h/3 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. ഫ്രം ദ ബോട്ടം ഇറ്റ് ഇസ് h/3. ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I is equal to BH cube by 36 ആണ്. അതുപോലെ Y max എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന് ഏറ്റവും ദൂരത്തിലുള്ള ഫൈബറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ Y max എന്ന് പറയുന്നത് 2h/3 ആണ്. So yield moment My is equal to Fy into Z. അപ്പോൾ Z എന്ന് പറയുമ്പം I by Y max ആണ്. I is BH cube by 36 and Y max is 2/3h, which means My or yield moment is equal to Fy into BH square by 24. So we have calculated the yield moment now. Now we have to calculate the plastic moment. For that we need to know the position of the plastic neutral axis. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഏരിയനെ 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ കാണുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നതും അതുപോലെ ഈ താഴെ കാണുന്ന ഒരു ട്രപ്പിസോയിഡൽ പോർഷൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഡിവൈഡ്സ് ദ ഏരിയ ഈക്വലി. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിനെ ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ഏരിയാസ് ആയിട്ടാണ്. അതായത് അപ്പർ പോർഷൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ലോവർ പോർഷൻ. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഐ ഹാവ് മാർക്ക്ഡ് ആസ് H1 ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് മാർക്ക്ഡ് ആസ് B1. ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയുള്ള പോർഷൻ അപ്പർ ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ തന്നെയാണ്. H1ഉം B1ഉം ആണ് ആ ട്രയാങ്കിളിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡൽ പോർഷൻ ആണ്. പക്ഷേ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു ദ പോർഷൻ അപ്പർ ലോവർ പോർഷൻ്റെ ഏരിയ ഈ ട്രപ്പിസോയിഡൽ പോർഷൻ്റെ ഏരിയ. സോ ഏരിയ ഓഫ് ദ അപ്പർ പോർഷൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ലോവർ പോർഷൻ, വിച്ച് മീൻസ് ഏരിയ ഓഫ് ദ അപ്പർ പോർഷൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ലോവർ പോർഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഈക്വൽ ആയിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയൻ്റെ പകുതിയായിരിക്കും. സോ ദ ടോട്ടൽ ഏരിയ ഇസ് half BH. ഏരിയ ഓഫ് ദ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ പോർഷൻ ആണ്. അപ്പോൾ ആ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് half into B1 into H1 ആണ്. So half into B1 into H1 will be equal to total area divided by 2. That is half BH divided by 2 or 1/4 times BH. So let's name this equation as equation 1. അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് B1നെ Bൻ്റെ ടേംസിലേക്ക് മാറ്റാൻ പറ്റും, H1നെ Hൻ്റെ ടേംസിലേക്കും മാറ്റാൻ
കഴിയും. കാരണം സിമിലർ ട്രയാങ്കിൾ റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ b1 ഡിവൈഡഡ് ബൈ b ഇസ് ഈക്വൽ ടു h1 ഡിവൈഡഡ് ബൈ h ആണ്. Or h1 by b1 is equal to h by b, or b1 is equal to h1 divided by h into b. So now we have a relation between b1 and b. So substituting the value of b1 in equation 1, what we get is half b1 h1 is equal to 1 by 4 bh ആണ്. So here b1 is equal to h1 by h into b. So if you substitute that in the equation 1, what we are getting is a relation between h1 and h. ഈ ഒരു ഇക്വേഷൻ 1ൽ നമ്മൾ b1ന്റെ സിമിലർ ട്രയാങ്കിൾ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് h1ഉം hഉം തമ്മിലുള്ള റിലേഷൻ ആണ്. ഓർ h1 is equal to h by root 2 എന്ന് കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് b1 is equal to b by root 2. Because b1 is equal to h1 by h into b, so instead of h1 we can substitute h by root 2, then b1 is equal to b by root 2. So h1 is equal to h by root 2 and b1 is equal to b by root 2. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലായി. കാരണം h1നെയും b1നെയും നമ്മൾ hന്റെയും bന്റെയും ടേംസിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് നമുക്ക് ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. h1 എന്ന് പറയുന്ന ഡെപ്തിലാണ്. അപ്പോൾ ഈ h1 is nothing but h divided by root 2 ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഈക്വൽ ഏരിയാസ് ആക്കി നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ആദ്യത്തെ ഏരിയയുടെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y1. അതുപോലെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും രണ്ടാമത്തെ ഏരിയ ഈ ട്രപ്പിസോയിഡൽ ഏരിയന്റെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y2. So y1 is the distance from the centroid of the upper area to the plastic neutral axis. ഈ upper portionന്റെ ഏരിയയുടെ സെൻട്രോയിഡും പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y1, whereas y2 is the distance between the plastic neutral axis and the centroid of the lower area, lower portionന്റെ ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y1 എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വി നോ ദാറ്റ് ഇറ്റ് ഇസ് h1 by 3. ഈ ഡിസ്റ്റൻസ് ഈ ഡെപ്ത് എന്ന് പറയുന്നത് h1 ആണെങ്കിൽ y1 is nothing but h1 by 3. And we know that h1 is equal to h by root 2. So y1 is equal to h by 3 root 2. h1 by 3 ആണ് y1 എന്ന് പറയുന്നത്. അവിടെ h1ന് പകരം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള h by root 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y1 is equal to h by 3 root 2. y1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് y2 ആണ്. y2 എന്ന് പറയുന്നത് ഈ ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡും പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയണം. y2 is a centroid of the trapezoid from the top. ഈ ടോപ്പിലാണ് നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളത്. അവിടെ നിന്ന് ഈ ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y2 എന്ന് പറയുന്നത്. അപ്പോൾ y2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രപ്പിസോയിഡിന്റെ രണ്ട് പാരലൽ ഏരിയാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h മൈനസ് h1 ആണ്. ടോട്ടൽ h ആയിരുന്നു നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളത് h1 എന്ന് പറയുന്ന ഡെപ്തിലായിരുന്നു. So this depth is h minus h1. And the two parallel sides are having widths b1 and b. അങ്ങനെയാണെങ്കിൽ y2 നുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് h minus h1 by 3. That is the distance between the two parallel sides divided by 3 into b1 plus 2b. That is the smaller width plus 2 times the larger width divided by b1 plus b. ഇതാണ് നമ്മുടെ ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫ്രം ദ ടോപ്പ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് h1 is equal to h by root 2 and b1 is equal to b by root 2. അപ്പോൾ അങ്ങനെ നമ്മൾ h1ന് പകരം ഈ ഇക്വേഷനിൽ h by root 2 b1ന് പകരം b by root 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ
what we are getting is y2 is equal to 0.1548 h. ഇതാണ് നമുക്ക് y2ന്റെ വാല്യൂ കിട്ടുന്നത് 0.1548 h. അപ്പോൾ y1 കിട്ടി, y2 കിട്ടി. ഇനി നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റിന്റെ കാൽക്കുലേഷൻ ആണ്. mp is equal to fy into a1y1 plus fy into a2y2. അപ്പോൾ നമുക്ക് fy നമുക്കറിയില്ല. a1ന് പകരം നമുക്ക് ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. അതുപോലെ a2ന് പകരം നമുക്ക് ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. y1ഉം y2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് h. അപ്പം fy പുറത്തേക്ക് എടുക്കാം, a/2 പുറത്തേക്ക് എടുക്കാം. സോ fy into a/2 ഇൻ ബ്രാക്കറ്റ് y1 plus y2. സോ fy into a/2, a എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ബി എച്ച് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് a/2 into y1 is equal to h by 3 root 2 and y2 is equal to 0.1548 h. So what we are getting is mp is equal to 0.09763 bh square fy. Now the shape factor s is equal to mp by my. So mp is 0.09763 fy bh square and my നമ്മൾ initially calculate ചെയ്ത my 1/24 fy bh square. So fy cancel ആവും, bh square cancel ആവും, and the shape factor is equal to 0.9763 divided by 1/24. So s is equal to, shape factor is equal to 2.343 for a triangular section. Now we are going to derive shape factor for a diamond section. So this is our diamond section having the dimensions as shown in the figure. And first of all we have to find the yield moment. my ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ mp പ്ലാസ്റ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം s is equal to mp by my. So here to calculate my, we know that my is equal to fy into I by y max or fy into z. Z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് is equal to I by y max. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് bh³ by 6 for a diamond section. ഇത് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാവുന്നതാണ്. I or moment of inertia for a diamond section is equal to bh³ by 3 and y max. Y max എന്തായിരുന്നു? Distance between the elastic neutral axis and the topmost അല്ലെങ്കിൽ ഏറ്റവും ദൂരെയുള്ള ഫൈബറുമായിട്ട് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിനുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ചിലപ്പോൾ ബോട്ടത്തിലാവാം, ചിലപ്പം ബോട്ടം സൈഡിലാവാം, അല്ലെങ്കിൽ ടോപ്പ് സൈഡിലാവാം. ഏറ്റവും ദൂരെയുള്ള ഫൈബറും ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y max എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് h. ഇവിടെ ഈ ഒരു കേസിൽ, ഈ ഡയമണ്ട് സെക്ഷൻ്റെ കേസിൽ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഏറ്റവും ഡിസ്റ്റൻസിലുള്ള ഫൈബറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. So here my is equal to fy into I by y max. So I is equal to bh³ by 6 and y max is equal to h. So my is equal to fy into bh square by 6. അപ്പോൾ yield മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്ന് നമുക്കറിയണം. നമുക്കറിയാം പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് എപ്പോഴും ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ സെക്ഷനെ ഈക്വൽ ഏരിയാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും വരിക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഡയമണ്ട് സെക്ഷനെ നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് രണ്ട് ഈക്വൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് y1 y2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. y1 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും അപ്പർ പോർഷൻ്റെ ഏരിയയും ഏരിയയുടെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ y2 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ലോവർ പോർഷനിലുള്ള ഏരിയയുടെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നമുക്കറിയാം ഇത് h ആണെങ്കിൽ മേലേന്ന് h/3 2h/3 അല്ലെങ്കിൽ താഴേന്ന് h/3 ഡിസ്റ്റൻസിലാണ് നമ്മുടെ y1 ഉണ്ടാവുക. സോ y1 is equal to h/3 ആണ്. അതുപോലെ y2 ആണെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h/3 തന്നെയാണ്. സോ y1 is equal to
y2 is equal to h by 3. y1 ഉം y2 ഉം h by 3 തന്നെയാണ് വരുന്നത്. അതുപോലെ a1 is equal to a2 is equal to ടോട്ടൽ ഏരിയൻ്റെ ഹാഫ്, അല്ലെങ്കിൽ a1 ആയാലും a2 ആയാലും ഇവിടെ സെയിം ആണ്, ഹാഫ് ബി എച്ച് തന്നെയാണ് അല്ലേ. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്, ഈ ഡെപ്ത് എന്ന് പറയുന്നത് h ആണ്. ഡയമണ്ട് സെക്ഷൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 2h ആണ്. ഓരോ ട്രയാങ്കിളും രണ്ട് ട്രയാങ്കിൾസ് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് സെക്ഷൻ കിട്ടിയിട്ടുള്ളത്. സോ ഓരോ ട്രയാങ്കിൾ സെക്ഷൻ്റെ ഏരിയ തന്നെയാണ് a1 ഉം a2 ഉം. അപ്പോൾ a1 is equal to a2 is equal to half bh. So mp is equal to fy into a1 y1 plus a2 y2 ആണ്. So if we substitute, a1 is equal to half bh, a2 is equal to half bh, and y1 is equal to h by 3 and y2 is equal to h by 3. And we are getting mp is equal to fy into bh square by 3. അപ്പോൾ fy is equal to bh square by 3 ആണ് mp. So now we have the values of mp and my. So s, the shape factor s is equal to mp by my. So mp is equal to fy into bh square by 3 ആണോ? സോറി, mp bh square by 3 ആണ്, my bh square by 6 ആണ്. പ്ലീസ് നോട്ട് ദ കറക്ഷൻ. സോ mp bh fy into bh square by 3 divided by fy into bh square by 6. So 2 ആണ് ആൻസർ വരുന്നത്. സെക്ഷൻ മോഡുലസ് ഫോർ എ ഡയമണ്ട് സെക്ഷൻ ഇസ് 2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ there's a mistake, so please note that correction. So for a diamond section,